ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ കൊല്ലത്തൊക്കെ ഇഞ്ചിക്കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. ഇത് ഇഞ്ചിപ്പുളിയല്ല, ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിപ്പുളി വെക്കുമ്പോൾ നമ്മൾ തേങ്ങ വെക്കത്തില്ലെന്നും തോന്നുന്നു. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളിതൊരു 1/2 കിലോ അളവിൽ ഇഞ്ചി എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചുരണ്ടി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഈ അരിയുന്നത് പോലെ വട്ടത്തിൽ കനം കുറച്ചരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ കനം കുറച്ചരിയുമ്പോൾ പെട്ടെന്ന് ഇഞ്ചി മൂത്ത് വരാൻ സഹായമാകും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയാണെങ്കിൽ അതിലിട്ട് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ആദ്യം കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് മൂത്ത് വരണം. അങ്ങനെ നമുക്ക് കൂടെ നിന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇത് വറുത്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ വറുത്ത എണ്ണ നമ്മൾക്ക് കറി വെക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇഞ്ചി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മൾ അരമുറി നല്ല ഉണങ്ങിയ തേങ്ങ വേണം. ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല അതിൻ്റെ കളറ് കിട്ടത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് മൂത്തും വരത്തുള്ളൂ, പിന്നെ വളിച്ച് പോവാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉണങ്ങിയ ഒരു തേങ്ങ, അരമുറി തേങ്ങ എടുത്ത് വറക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി ഉലുവായും ഒരു നുള്ളു ഉലുവായും 4-5 കൊച്ചുള്ളിയും പിന്നെ അതിട്ട് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂത്ത് വരാറാകുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. നമ്മൾ ഈ തേങ്ങ ഒന്ന് വാടിക്കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കണം. ഈ ഇഞ്ചിക്കറിയിലെ ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ ഈ തേങ്ങ വറക്കുന്നതാണ്. തേങ്ങ അതേ പാകത്തിന് വറുത്ത് കിട്ടിയാൽ പിന്നെ ഇഞ്ചിക്കറി സൂപ്പറാവും. പണ്ടുള്ളവർ പറയത്തില്ലേ 100 കറിക്ക് തുല്യം ഒരു ഇഞ്ചിക്കറി എന്നൊക്കെ. അതുപോലെ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് സദ്യയിലെ മെയിൻ ഒരു താരമല്ലേ. അപ്പം നമ്മൾ ഇഞ്ചി ആദ്യം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി എന്തോ ചെയ്യണം, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതൊന്നിച്ചിട്ട് പൊടിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ 1/2 കിലോ അളവിന് എടുക്കുന്നുള്ളല്ലോ. ഇത് വറുത്ത് വരുമ്പോഴത്തേനും കുറച്ചാവും കേട്ടോ. ഈ സമയത്ത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് മൂത്ത് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ എണ്ണ ഇതിനകത്ത് തേങ്ങയിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം നമ്മൾ മിക്സിയുടെ ജാറിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് പൊടിക്കണം. പൊടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ തേങ്ങ മൂത്തതും കൂടെ അതിൻ്റെ കൂടിട്ട് തന്നെ പൊടിച്ചാദ്യം എടുക്കണം, വെള്ളം ചേർക്കാതെ. എന്നിട്ട് പിന്നെ അത് പൊടിഞ്ഞ് വരുമ്പോഴത്തേന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല അരപ്പായിട്ട് എടുക്കണം. ഈ സമയം തന്നെ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്ത് വെള്ളത്തിൽ ഇടണം കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ഒഴിക്കാനാണ്. ഈ സമയം തന്നെ നമ്മൾ ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ നമ്മളെന്തോ ഇടുന്നതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. അപ്പം തേങ്ങാക്കൊത്ത് നല്ല ഇതാണ് കേട്ടോ. അത് നമ്മൾ സ്ക്വയറായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ടിട്ട് ഒരു 6 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിക്ക് എരിവും പുളിയെല്ലാം വേണമല്ലോ, അതുകൊണ്ടാണ് ഈ പച്ചമുളകും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പിനകത്ത് വെള്ളം കലക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ ഈ പുളിവെള്ളവും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ല ഇച്ചിരി ലൂസായിട്ട് നമ്മൾ ഈ മൂത്ത് വന്നേക്കുന്ന ഈ ഉള്ളി പച്ചമുളക് അതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മൾ 2 തിളച്ച് കഴിയുമ്പോൾ പിന്നെ തീ കുറച്ച് വെച്ച് ഇതിങ്ങനെ തിള പറ്റുന്നിടം വരെ ഇരിക്കണം കേട്ടോ. എത്രത്തോളം അടുപ്പിൽ ഇരുന്നത് കുറുകാവും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ഇതിനകത്തുനിന്ന് എണ്ണയെല്ലാം ഇറങ്ങി വരും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഇഞ്ചിക്കറി റെഡിയായിട്ട്. നമ്മൾ കറിവേപ്പില ഇടാൻ മറക്കരുത്. നമ്മൾ കടുകും വറക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇടണം. ഞാനത് പറയാൻ മറന്നു പോയെന്ന് തോന്നുന്നു. പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ 100 കറിക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി എന്നത്. സത്യമാണ് കേട്ടോ. ഞാൻ ഏത് സദ്യയ്ക്ക് പോലും ഇഞ്ചിക്കറി ചോദിച്ച് മേടിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഇഞ്ചിക്കറി റെസിപ്പി ആയിരുന്നു ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഓണത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.